എന്തുകൊണ്ടാണ് കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരികൾ കത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നൂറ്റാണ്ടുകളായുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഭാഗമാണിത്. കേവലം ഒരാചാരമെന്നതിലുപരി അഗാധമായ ആത്മീയ അർത്ഥങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ബൈബിളിൽ യേശുക്രിസ്തു സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ്. അതിനാൽ പ്രാർത്ഥനാവേളയിൽ കത്തിക്കുന്ന മെഴുകുതിരി പാപത്തിന്റെ ഇരുളിനെ അകറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസികൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയാലും അവർ കത്തിച്ചുവെച്ച മെഴുകുതിരി അവിടെ ഇരുന്ന് കത്തുന്നത് അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിരന്തരമായി തുടരുന്നു എന്നതിന്റെ പ്രതീകമാണ്. തങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ അണയാതെ നിൽക്കുന്നു എന്ന ആശ്വാസം ഇതവർക്ക് നൽകുന്നു. പഴയ നിയമകാലത്തെ ബലികളെയോ ധൂപം സമർപ്പിക്കുന്നതിനെയോ ഓർമ്മിപ്പിക്കുന്നതാണ് ഉരുകിത്തീരുന്ന മെഴുകുതിരികൾ. മെഴുകുതിരി കത്തിയുരുകി പ്രകാശം നൽകുന്നത് പോലെ തങ്ങളുടെ ജീവിതവും പ്രാർത്ഥനകളും ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന ഭാവമാണിത്. പുക ഉയരുന്നതുപോലെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് ഉയരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കത്തോലിക്കർ മെഴുകുതിരി കത്തിക്കുന്നത് അവരുടെ അദൃശ്യമായ ആത്മീയ ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കും നൽകുന്ന ഒരു ദൃശ്യരൂപമാണ്. അതവരുടെ വിശ്വാസത്തെയും ദൈവത്തോടുള്ള സമർപ്പണത്തെയും കൂടുതൽ ആഴപ്പെടുത്തുവാൻ സഹായിക്കുന്നു.